നമസ്കാരം. ഇരട്ടച്ചങ്കനെന്നും വിപ്ലവ നായകനെന്നും സ്വന്തം അണികളെ കൊണ്ട് വിളിപ്പിച്ച് നടന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വെറും ഒരു പാവ മാത്രമായിരുന്നു. എഴുതി കൊടുക്കുന്നത് മാത്രം ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വായിക്കാൻ അറിയാവുന്ന, സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ ശേഷിയില്ലാത്ത ഒരു കളിപ്പാവ മാത്രമായിരുന്നു പിണറായി വിജയൻ എന്ന് സ്വപ്ന സുരേഷ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അധികാരത്തിന്റെ കസേരയിൽ പിണറായി വിജയൻ ഇരുന്നെങ്കിലും അണിയറയിൽ ഇരുന്ന് ഭരണം നിയന്ത്രിക്കുകയും കോടികളുടെ അഴിമതി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ പിണറായിയുടെ ഭാര്യ കമലയും മകൾ വീണ വിജയനുമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ സഹതാപം തോന്നുമെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന് സ്വന്തം കുടുംബത്തിന് കോടികൾ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നിലകൊണ്ട ഒരു ഭരണാധികാരിയുടെ വികൃത മുഖമാണ് ഇതിലൂടെ വെളിച്ചത്താവുന്നത്. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതീവ ഗുരുതരമാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും കമലയും കൂടി ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നത്. ഇതിൽ പിണറായി വിജയന് യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല. കോടികളുടെ കമ്മീഷൻ കിട്ടുന്ന ഏതു കാര്യവും ഒരു സർക്കാർ പദ്ധതിയാക്കി മാറ്റുന്നത് ശിവശങ്കറിന്റെ ബുദ്ധിയായിരുന്നു. ഈ പദ്ധതികളെക്കുറിച്ച് പിണറായി വിജയനോടല്ല, മറിച്ച് ഭാര്യ കമലയോടാണ് ശിവശങ്കരൻ വിശദീകരിച്ചു കൊടുത്തിരുന്നത്. ഈ പദ്ധതികളുടെ നോട്ടുകൾ വായിക്കുക മാത്രമാണ് പിണറായി ചെയ്തിരുന്നത്. ഈ ലോകം മുഴുവൻ തന്റെ കാൽ കീഴിലാണെന്നും സ്വർണവും പണവും കൊടുത്താൽ ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങാമെന്നും ചിന്തിക്കുന്ന വല്ലാത്തൊരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിത്വമാണ് കമലയുടേതെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത്. അധികാരം തലയ്ക്ക് പിടിച്ച് മതിമറന്ന് ജീവിച്ച കമലയും മകൾ വീണയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അഴിമതിയുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയതെന്നും വ്യക്തമാണ്. സ്വന്തം മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അച്ഛനായിരുന്നു പിണറായി വിജയൻ. മറ്റെല്ലാ ചെറുമക്കളും ഉണ്ടെങ്കിലും വീണ വിജയന്റെ മകനോട് വല്ലാത്തൊരു അഡിക്ഷനും പ്രത്യേക സ്നേഹവുമാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. മകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയും കരിമണൽ കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങാൻ വേണ്ടിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇവർ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി. പിണറായി വിജയൻ ഇതിനോടകം തന്നെ തന്റെ 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സ്വത്തുക്കളും കോടികളും ഇതിനോടകം തന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. വിദേശത്തും സ്വദേശത്തുമായി ഈ കോടികൾ എങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ഈ അഴിമതി പണം അനുഭവിക്കാൻ അവരുടെ വരും തലമുറയ്ക്ക് യോഗമുണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വപ്ന സുരേഷ് എങ്ങനെയാണ് പ്രധാന കണ്ണിയായതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിക്കായി UAE അധിഷ്ഠിത സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് 20 കോടി രൂപയാണ് നൽകിയത്. എന്നാൽ ഈ തുക പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന് പകരം അതിന്റെ നിർമ്മാണ കരാർ യൂണിടെക് എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകാൻ വേണ്ടി അണിയറയിൽ വൻ ഗൂഢാലോചനകളൊക്കെ നടന്നു. ഈ കരാർ ഒപ്പുവെപ്പിക്കുന്നതിനും റെഡ് ക്രസന്റിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിക്കുന്നതിനും വേണ്ടി UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് സ്വപ്ന സുരേഷ് ഇതിലേക്ക് കടന്നു വരുന്നത്. M ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പനിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ കൈമാറിയത്. ഇതിലെ ഭൂരിഭാഗവും ശിവശങ്കറിനും തിരുവനന്തപുരത്തെ ഉന്നതർക്കുമാണ് പോയതെന്നാണ് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ ഈ ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ലഭിച്ച കോഴപ്പണമാണെന്ന് സ്വപ്ന സുരേഷ് പിന്നീട് അന്വേഷണ ഏജൻസികളോട് വെളിപ്പെടുത്തിയതോടെയാണ് ലൈഫ് മിഷൻ കേസിലെ കള്ളക്കളികൾ പൂർണ്ണമായും പുറത്തു വന്നു തുടങ്ങുന്നത്. നിലവിൽ ഈ കേസിന്റെ അന്വേഷണം അതീവ നിർണായകമായ ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയും ഒപ്പം സംസ്ഥാന വിജിലൻസും ഒരേ സമയം ഈ കേസിന്റെ വേരുകൾ തേടി പോകുന്നുണ്ട്. M ശിവശങ്കറിനെ നേരത്തെ ED അറസ്റ്റ് ചെയ്തതും മാസങ്ങളോളം ജയിലിൽ കിടത്തിയതും ഇതേ ലൈഫ് മിഷൻ കേസിലാണ്. യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇപ്പോഴും കടുത്ത നിയമ നടപടികൾ നേരിടുകയാണ്. ഇപ്പോൾ വിജിലൻസ് നേരിട്ട് സ്വപ്ന സുരേഷിന്റെ മൊഴി 3 മണിക്കൂറിലധികം വിശദമായി രേഖപ്പെടുത്തുകയും നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കൈപ്പറ്റുകയും ചെയ്തതോടെ ഈ കേസ് വേഗത്തിൽ തന്നെ അന്തിമ കുറ്റപത്രത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റെഡ് ക്രസന്റിന്റെയും നിർമ്മാണ കമ്പനികളുടെയും പ്രതിനിധികളുടെയും മുൻപ് ഈ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരെയും വിജിലൻസ് വീണ്ടും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്നും മുൻ ഭരണകൂടത്തിലെ പല വമ്പൻ നേതാക്കളും പ്രതിപട്ടികയിലേക്ക് വരുമെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും കുടുംബത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്കും വേണ്ടി ഒരു സംസ്ഥാനത്തെ മുഴുവൻ അഴിമതിയിലേക്ക് തള്ളിവിട്ട പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഭരണം അവസാനിച്ചത് കേരളത്തിന് കിട്ടിയ വലിയൊരു ആശ്വാസമാണ്. ഇത്തരം കളിപ്പാവ ഭരണങ്ങളോ ഭാര്യയും മകളും നിയന്ത്രിക്കുന്ന ക്യാബിനറ്റുകളോ ഇല്ലാതെ തികച്ചും സുതാര്യമായും നിഷ്പക്ഷമായും ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം.